ബഹുമാന്യരായ സാദാത്യങ്ങളെ, ബഹുമാനപ്പെട്ട നാസർ ഫൈദി, ബഹുമാന്യരായ രാമന്തളി സാഹബ് തുടങ്ങി ഈ സദസ്സിനെ സമ്പുഷ്ടമാക്കിയ ബഹുമാന്യരായ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, രാത്രി വളരെ വൈകി. നമ്മൾ പ്രതീക്ഷിച്ചതിലും വളരെ വൈകിയാണ് എനിക്കിവിടെ എത്താൻ കഴിഞ്ഞത്. ഏകദേശം 4 മണിയോടുകൂടിയാണ് മണ്ണാർക്കാട് പുറപ്പെടാൻ സാധിച്ചത്. നേരം വൈകിയതിൽ എനിക്ക് വിഷമമുണ്ട്. അല്ലാഹു തആല നമ്മളുടെ ദീനി ഖിദ്മത്തിനെ സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സമയം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്ന സമയമാണ്. നമ്മളിവിടെ സംഗമിച്ചതാവട്ടെ ത്വഹ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ ചില പണ്ഡിതരോടുള്ള അമർഷം പ്രകടിപ്പിക്കാനാണ്. ഏത് തലത്തിലാണ് ഇതിനെ അവർ നോക്കിക്കാണുന്നത് എന്നെനിക്കറിയില്ല. എന്നാലും സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു എന്ന് മാത്രമല്ല, മുൻഗാമികൾ കാണിച്ചിട്ടില്ലാത്ത ശറഈൽ അടിസ്ഥാനമില്ലാത്ത ഒരുപാട് വാദങ്ങൾ കൊണ്ട് ബിദ്അത്തിന് വഴി തുറക്കുന്ന സാഹചര്യവും മറുപക്ഷത്തെ ഉലമാക്കന്മാർക്കുണ്ടായിട്ടുണ്ട്. അല്ലാഹു അവരെയും നമ്മളെയും ശരി ചിന്തിക്കുന്നവരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നിങ്ങൾ ഇതുവരെ കഴിഞ്ഞിടത്തോളം മുടിയുടെ കഥ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഈ മുടി കേട്ടാ തോന്നും ഇസ്ലാമിന് കാര്യമായ അടിസ്ഥാനമൊന്നുമില്ല, ആര് മുടി കൊണ്ടുവന്നാലും വിശ്വസിക്കലാണ് ഇസ്ലാമിലെ ശൈലി, അങ്ങനെ ചേർത്ത് പറഞ്ഞാൽ അംഗീകരിക്കലാണ് ഇസ്ലാമിലെ ശൈലി എന്ന് മറുപക്ഷത്തുള്ള ചില പണ്ഡിതരുടെ പ്രഭാഷണം കേട്ടാൽ തോന്നിപ്പോകും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് കഴിഞ്ഞ 23-ാം തീയതി AP ഗ്രൂപ്പ് വിട്ടുവന്ന സഖാഫികൾക്കൊരു സ്വീകരണം കൊടുത്തിരുന്നു. സമ്മേളനം തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ സഖാഫി സമ്മേളനം എന്ന് പേരിട്ടു. കാരണം അന്ന് ഞങ്ങൾ സമ്മേളനത്തിന്റെ ഏകദേശം പോസ്റ്ററൊക്കെ ആയപ്പോ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞതിൽ അഹ്സനികളുണ്ട്, അതേപോലെ സാദികളുണ്ട്, ബാക്കവികളുണ്ട്, അൽഖാസിമികളുണ്ട്. അങ്ങനെ വലിയൊരു വിഭാഗം മറുപക്ഷത്തുള്ള പണ്ഡിതന്മാർ ഞങ്ങളുമുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ സമീപിക്കുകയാണ് ചെയ്തത്. ആ കൂട്ടത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ്, നമ്മുടെ വിദേശകാര്യ സഹമന്ത്രി അഹമ്മദ് സാഹിബ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു AP ഗ്രൂപ്പുകാരൻ ചോദിച്ചു, അഹമ്മദ് സഖാഫിയാണോ? ഞാനതിന് ലളിതമായി പറയുന്ന മറുപടി അഹമ്മദ് സഖാഫി ആയിരുന്നു എന്നാണ്. AP ഗ്രൂപ്പ് വിട്ടുതരുന്ന എല്ലാവർക്കും കൊടുക്കുന്ന സ്വീകരണത്തിൽ അഹമ്മദ് സാഹിബിനും കൊടുത്തു. അത് ചില ആളുകളൊക്കെ അവിടെ നോളജ് സിറ്റി അത് ഇതെന്നൊക്കെ പറഞ്ഞപ്പോൾ തർക്കലിട്ടപ്പോൾ എല്ലാവരും കൂടി സ്വീകരിക്കാൻ സ്റ്റേജ് പോരാത്തത് കൊണ്ട് അവർക്കൊക്കെ പകരം അഖിലേന്ത്യാ പ്രസിഡന്റിനെ വിളിച്ചാൽ സ്വീകരണം കൊടുത്താണ്. ഇനി ഏതായാലും അവരാരും അതിനൊന്നുമില്ല, എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് സമൂഹത്തിൽ നടക്കുന്ന അടിയൊഴുക്കുകളെ കുറിച്ചാണ്. അത് പ്രത്യേകിച്ചും നിങ്ങളുടെ ഗ്രാമങ്ങളിൽ ഈ ആശയത്തിന്റെ അടിസ്ഥാനപരമായ പാപ്പരത്വം ബന്ധപ്പെട്ട ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. നമുക്കാർക്കും സ്വന്തമായി അല്ലാഹുവിന്റെ ദീനിൽ ഒരാശയവും കൊണ്ടുവരാനുള്ള സ്വാതന്ത്ര്യമില്ല. അല്ലാഹുവിന്റെ ദീൻ ഇവിടെ സമ്പൂർണ്ണമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇൽ നിന്ന് നമ്മളെ ഏൽപ്പിച്ചത് സമ്പൂർണ്ണമായ ഒരു ദീനാണ്.
അതിലിനി ഒരാൾക്ക് എന്തെങ്കിലും ചേർക്കാനോ എന്തെങ്കിലും ഇല്ലാതാക്കാനോ സാധിക്കില്ല. ആ പരിശുദ്ധമായ ദീനിനെ അള്ളാഹു ഏൽപ്പിച്ചത് അതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേകമായൊരു സമൂഹത്തെയാണ്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാഅ അലന്നാസ്. നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്തിനെ തന്നതുപോലെ പരിശുദ്ധമായ കഅബാലയത്തെ നിങ്ങൾക്കുള്ള ഖിബലയായി നിശ്ചയിച്ചു തന്നതുപോലെ വകദാലിക ജഅൽനാകും അല്ലാഹു നിങ്ങളെ ആക്കിയിട്ടുണ്ട് ഉമ്മത്തൻ വസതൻ, ഒരു മധ്യമ സമുദായമാക്കിയിട്ടുണ്ട്. ഏകദേശം നമ്മളെ ഈ ഗ്രൗണ്ട് പോലെ വസത്ത് എന്ന പ്രയോഗം ഒരുപാട് മുത്തഅല്ലിമീങ്ങളും ആലിമീങ്ങളുള്ള സദസ്സാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത് വസത്ത് എന്ന പ്രയോഗം അൽ അർളുൽ വസത്വ എന്നതിൽ നിന്ന് ഇസ്തിആറത്തായി ഉപയോഗിച്ചതാണ്. എന്ന് പറഞ്ഞാൽ അധികം കുത്തനെയുള്ള ഭൂമിയല്ല, അതേപോലെ ഉയർന്ന പർവ്വത പ്രദേശങ്ങളെപ്പോലുള്ള ഭൂമിയുമല്ല, മറിച്ച് ഏത് കൃഷിയും മുളക്കാൻ പറ്റുന്ന ഗ്രൗണ്ട് പോലുള്ള ഭൂമിക്കാണ്, ഇതുപോലുള്ള പരന്ന സമതലമായ ഭൂമിക്കാണ് ഉമ്മത്തൻ വസത്ത് അർളുൽ വസത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട സഹാബത്ത് റളിയല്ലാഹു അൻഹും അല്ലാഹു തആല പ്രത്യേകമായി അനുഗ്രഹിച്ച സമൂഹത്തെ ഉമ്മത്തൻ വസത്താക്കിയത് അവർ നമുക്ക് സാക്ഷികളാകാൻ വേണ്ടിയും അവരുടെ സാക്ഷിയായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരാൻ വേണ്ടിയുമാണ്. ബഹുമാനപ്പെട്ട വാസിലത്തുൽ ലൈസി എന്ന് പറയുന്ന മഹാനായ സഹാബി റളിയല്ലാഹു അൻഹു വഫാത്തായത് ഹിജ്റ 110-ലാണ്. അതിനു മുൻപ് തന്നെ താബിഈങ്ങളുടെ ഒരു കാലം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമകാലികനാണ്. താബിയാകാനുള്ള കാരണം ആ തിരുദർശനം ലഭ്യമാവാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ സഹാബികളെ കൂട്ടത്തിലെ താബിഈങ്ങളെ കൂട്ടത്തിലെ കാര്യമായ പണ്ഡിതനായ ബഹുമാനപ്പെട്ട സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ ജനനം ഹിജ്റ 14-ലാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് ഹിജ്റ 63-ലാണ്. അങ്ങനെ ഹിജ്റ 63-ലും 80-ലും 54-ലുമൊക്കെ പ്രധാനപ്പെട്ട സഹാബികൾ വഫാത്തായി പോയിട്ടുണ്ട്. താബിഈങ്ങളുടെ കാലമോ ഹിജ്റ 10-ാം വർഷം മുതൽ ആരംഭിച്ചിട്ടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സഹാബത്തും സഹാബത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട താബിഈങ്ങളും താബിഈങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ട അവരുടെ ശിഷ്യന്മാരായ തബഉ താബിഈങ്ങളും ആ ഗണത്തിൽപ്പെട്ടവരാണ് മദ്ഹബിന്റെ ഇമാമീങ്ങൾ. അവർ അവസാന കാലഘട്ടത്തിൽപ്പെട്ട താബിഈങ്ങളുമായി സഹവസിച്ചവരാണ്. ഹിജ്റ 150-110-ലാണ് ബഹുമാനപ്പെട്ട വാസിലത്തുൽ ലൈസി എന്ന് പറയുന്ന സഹാബി വഫാത്താകുന്നതെങ്കിൽ ആലിമു ഖുറൈശി യംലഉ തുബാഖൽ അർളി ഇൽമാ, ലോകം മുഴുവൻ ഇൽമ കൊണ്ട് നിറയ്ക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്ദേശവൃത്താന്തം പറഞ്ഞ ബഹുമാനപ്പെട്ട സഹാബത്ത് റളിയല്ലാഹു ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ജനനം ഹിജ്റ 150-ലാണ്. എന്തേ മനസ്സിലായി? ഒരേ കാലഘട്ടത്തിൽ തന്നെ ഈ ഖർണുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. തിരിഞ്ഞല്ലോ, മനസ്സിലാവുണ്ടല്ലോ. കിബാറു താബിഈങ്ങൾ ജീവിച്ചിരുന്നത് സഹാബത്തിന്റെ സമകാലികർ തന്നെയാണ്. എത്രത്തോളം സഹാബത്തിൽപ്പെട്ട ചില ആളുകൾ താബിഈങ്ങളുടെ ഹദീസിന്റെ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നതായി ചരിത്രത്തിൽ കാണാം. എത്രയോ താബിഈങ്ങൾ ഹദീസ് ദർസ് നടത്തുന്ന സ്ഥലത്ത് വന്ന് നേരിട്ട് ഹദീസ് പഠിച്ച അനുഭവം സഹാബത്തിനുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവത്തെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹിന്റെ വിശദീകരണമായ ശറഹ് മുസ്ലിമിൽ ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നിട്ടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേരെ ശിഷ്യന്മാരായ സഹാബത്ത് താബിഈങ്ങൾ ദർസ് നടത്തുന്ന സ്ഥലത്ത് വന്ന് തലതാഴ്ത്തിയിരുന്നതും അവർ താബിഈങ്ങളിൽ നിന്ന് ഹദീസ് കേട്ടതും ചരിത്രത്തിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബഹുമാനപ്പെട്ട സഹാബത്തിന് പഠിപ്പിച്ചു. സഹാബത്താവട്ടെ മുത്തുനബിയുടെയും താബീഈങ്ങളുടെയും ഇടയിലുള്ള ഉമ്മത്തൻ വസത്താണ്. ഈ താബീഈങ്ങളുടെ സാക്ഷികളാണ്. അവരിൽ നിന്ന് താബീഈങ്ങൾ ഇൽമിനെ സ്വീകരിച്ചു, താബീഈങ്ങളിൽ നിന്ന് തബഅ താബീഈങ്ങൾ ഇൽമിനെ സ്വീകരിച്ചു. ഈ അർത്ഥത്തിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ എന്തും പറയാൻ പറ്റിയതല്ല. അല്ലാഹുവിന്റെ ദീനിൽ കൂട്ടലോ കുറക്കലോ അസാധ്യമാണ്. ഒരു ആയത്ത് എഴുതാനോ ഒരു ആയത്തിന്റെ പുള്ളികൾ മാറ്റാനോ നീട്ടേണ്ടിടത്ത് നീട്ടാതിരിക്കാനോ പുതിയ ഒരു പാരായണ ശൈലി വികസിപ്പിക്കാനോ സാധ്യമല്ല. മൗളൂആയ ഹദീസുകളെ ഇപ്പൊ ചില ആളുകൾ മൗളൂആയ മുടി കൊണ്ടുവന്നതുപോലെ ചില ആളുകൾ ഇവിടെ മൗളൂആയ ഹദീസുകൾ കൊണ്ടുവന്നിരുന്നു. ആ ഹദീസുകളെ മഹാന്മാരായ ഇമാമീങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഉമ്മത്തൻ വസതായ താബീഈ സഹാബത്ത് റളിയല്ലാഹു അൻഹും മധ്യത്തിൽ നിന്നതുകൊണ്ട് തന്നെയാണ്. പിന്നീട് ചില ആളുകൾ ഇവിടെ വ്യാജമുടി കൊണ്ടുവന്നപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബഹുമാനപ്പെട്ട സഹാബത്ത് റളിയല്ലാഹു അൻഹും ഉമ്മത്തൻ വസതാകി മധ്യത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കാൻ വേണ്ടി ചുരുക്കി പറയുകയാണ് ഞാൻ. ഇതിന്റെ സാങ്കേതിക വശം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഒരു മുടിയുണ്ടോ ഇല്ലയോ എന്നതല്ല പ്രശ്നം. ബഹുമാനപ്പെട്ട സഹാബത്ത് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ അവസ്ഥകളും അറിയുന്നവരാണ്. ചരിത്രത്തിൽ ഇത്ര പൂർണ്ണതയുള്ളൊരു നേതാവുണ്ടോ? ചരിത്രത്തിൽ, മനുഷ്യ ചരിത്രത്തിൽ ഇത്ര പൂർണ്ണതയുള്ളൊരു നേതാവ് ചരിത്രത്തിലില്ല. ഇങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ കാലം എങ്ങനെയായിരുന്നു ചോദ്യം. അത് ഭൂമിയിൽ പതിഞ്ഞു നിൽക്കുകയാണ്. മനസ്സിലാവുണ്ടല്ലോ. ഇനി ഒരാൾ വന്നിട്ട് പറയാണ് കാലിന്റെ അടിയിൽ കുഴി ഉണ്ടായിരുന്നു, നിലത്ത് പതിയിലായിരുന്നു എന്ന് പറഞ്ഞാൽ അത് സഹാബത്ത് പറയാത്തൊരു കാര്യമാണ്. അത് കദിബാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ കളവ് പറയലാണ്. ഇനിയൊരാൾ പറഞ്ഞു കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ മർബൂആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരൊറ്റ മനുഷ്യനായിരുന്നു എന്നാണ് സ്വഹീഹായ റിവായത്ത്. വേറൊരു വട്ടം വന്നിട്ട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറിയ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ചെറിയ മനുഷ്യനാണെന്നൊരാൾ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ കളവ് പറയലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി സഹാബത്ത് പറഞ്ഞതുമാക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കറുത്ത മനുഷ്യനല്ല. പിൻഗാമികളായ ആരെങ്കിലും ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കറുത്ത മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞാൽ അത് കദിബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടിയെ സംബന്ധിച്ചും സഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി ചെവിയിൽ തട്ടുപോളം എന്ന റിവായത്തുണ്ട്, ചെവിക്കുന്നിയിൽ വരുവോളം എന്ന റിവായത്തുണ്ട്, പെരടിയിൽ തട്ടുപോളം മുടി വളർത്തിയിരുന്നു എന്ന് റിവായത്തുണ്ട്. ഇതിലപ്പുറം റിവായത്ത് വന്നിട്ടില്ല. ഇതിനപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി നീണ്ട ചരിത്രം ബഹുമാനപ്പെട്ട സഹാബത്ത് റളിയല്ലാഹു അൻഹും നമ്മളോട് പറഞ്ഞിട്ടില്ല. താബീഈങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടില്ല. തബഅ താബീഈങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടില്ല. മദ്ഹബിന്റെ ഇമാമീങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കടൽ പോലെ ഒരുപാട് പണ്ഡിതന്മാർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഇമാം മുസ്നി റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹുവിനെ പോലെ നൂറുകണക്കിന് ഫുഖഹാക്കളും മുഹദ്ദിസീങ്ങളും ചരിത്രകാരന്മാരും കടന്നുപോയിട്ടൊരാളും പുണ്യപ്രവാചകരുടെ ശറഫാക്കപ്പെട്ട തലയിൽ പെരടിയിൽ തട്ടുന്നതിന്റെ അപ്പുറം നീണ്ട മുടിയുണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. ഇനിയൊരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി പെരടിയിൽ തട്ടുന്നതിന്റെ അപ്പുറമുണ്ടെന്ന് വാദിച്ചാൽ അതിന് ചില ആളുകൾ കാണിച്ചു തരുന്നത് പോലെയുള്ള മുടിയായിരുന്നു എന്ന് പറഞ്ഞാൽ
അത് ചന്തയോളം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, അത് കാൽപാദത്തോളം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, അത് നെഞ്ചിൽ മുലയിടത്താഴ് വരെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, അവൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ കള്ളത്തരം പറഞ്ഞു. ഇതാണ് വിഷയം. മനസ്സിലായ നിങ്ങൾക്ക് പറയണേ? മനസ്സിലാണില്ലേ? ഇതാണ് ഞങ്ങൾ ഇത്ര സ്ട്രോങ് ആകണത്. ചില ആൾക്കാർ ചോദിക്കും, ഇസ്മായിൽ സഖാഫി എങ്ങൾക്ക് ആ മാലയിട്ടിരുന്നാ പോരെ, നിങ്ങൾ പഴയ കാലത്ത് എങ്ങനെയല്ലല്ലോ. പഴയ കാലത്ത് ഇവിടെ ആരും ഇങ്ങനത്തെ കളി കളിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളവ് പറയലാണ് കേട്ടോ. നബി തങ്ങളുടെ മേലിൽ പ്രചരിക്കുന്ന കള്ളത്തരമാണ്. ഇതിനെപ്പറ്റി സുക്കൂത്തായാൽ ഈമാൻ അപകടത്തിലായി പോകും. അല്ലാഹു പാവപ്പെട്ട നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നോക്ക്, ഹദീസ് വിശദീകരിക്കേണ്ടത് ആരാ? ഇപ്പൊ നാട്ടിൽ 30 മുഹദ്ദിസീങ്ങളാണ്. ആ കൂട്ടത്തിൽ നമ്മൾ ഓയന്തരവിടെ ഒരു മുഹദ്ദിസായി, രാമദന്റെ പഴയ സുഹൃത്ത്, ഭയങ്കര മുഹദ്ദിസായില്ലേ വയനാട്ടുകാരൻ. മൂപ്പർ ഇങ്ങനെ ഹദീസിന്റെ കിതാബിലൊക്കെ നോക്കിയിട്ട് 6 കൊല്ലം മുടി വെട്ടിയേ കാണില്ല. അതാ ദലീല്. എന്നിട്ട് നാസർ ഫൈസിനായിട്ട് ഉദാഹരിച്ചു. നാസർ ഫൈസി 6 കൊല്ലം മുടി വെട്ടാതിരുന്ന എന്താവുന്നു? നാസർ ഫൈസി 6 കൊല്ലം വെട്ടാതിരുന്നാലേ അറിയുള്ളൂ എന്താവുന്നു. ഇതേ എത്ര നീളുണ്ടാവുന്നു റൂമിൽ ടറച്ചാൽ. റൂമിൽ ടറക്കുന്ന പോട്ടെ, മുടി നീട്ടിയാൽ അതിനകത്ര നീളൊന്നുമില്ല. അതാണ് APJ അബ്ദുൽ കലാമിനെ വിളിച്ച് ചോദിച്ചാൽ മതി, നിങ്ങൾ എത്ര കൊല്ലായി വെട്ടിയിട്ട്. എന്തായാലും മുടിയൊരു മോശപ്പെട്ട സാധനം തോന്നിയപ്പോ നമ്മളെ രവീന്ദ്രൻ വെട്ടിട്ടോ. അല്ലേ, പന്നിൻ രവീന്ദ്രൻ മുടി വെട്ടി. ഇയാളൊരു ഒത്തുപോലായിരുന്നു. മുടി കാണുന്ന ആൾക്കാർ നിങ്ങൾ മറ്റേ ഗ്രൂപ്പാണോ ചോദിക്കൽ തുടങ്ങിയപ്പോഴേ. കലാമുഞ്ഞ് വെട്ടാൻ സാധ്യതയുണ്ട് കുറേശ്ശെ. അടുത്തൊരു ന്യൂസ് ഇങ്ങനെ കേൾക്കാം, അയാളും വെട്ടീന്ന്. മൂപ്പര് അറിഞ്ഞാ വെട്ടും. ഏപ്പിനെ പഠിച്ചിട്ടേ. മുഹദ്ദിസ് ആവാനുള്ള യോഗ്യത എന്താ? കേട്ടോ, മുജാഹിദീങ്ങളെ കൂട്ടത്തിൽ ചില ആൾക്കാരുണ്ട്. ഈ മുജാഹിദിന്റെ കഥ പറഞ്ഞ പല രസാ. നമ്മളെ മഞ്ചേരിയിൽ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്, അതേമാതിരിയാ. മഞ്ചേരിയിൽ 3 ബസ് സ്റ്റാൻഡാണ്. നിങ്ങൾ മഞ്ചേരി കണ്ടില്ലല്ലോ അല്ലേ? ഞാൻ ഏതായാലും നാട്ടിൽ ഉദാഹരണത്തിൽ പറഞ്ഞു പോയതാ, അഞ്ഞ് പഠിപ്പിച്ചുതരാം. നടുക്കൊരു ബസ് സ്റ്റാൻഡ്, അത് പഴയ ബസ് സ്റ്റാൻഡാണ്. ഇങ്ങേ സൈഡിലൊരു ബസ് സ്റ്റാൻഡ്, വലത്തോർത്തൊരു ബസ് സ്റ്റാൻഡ്. അതെന്താണ്? അത് പയ്യന്റെ പേര് പുതിയ ബസ് സ്റ്റാൻഡാണ്. ഇപ്പൊ പുതിയൊരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഓട്ടോറിക്ഷക്കാരനോട് പോയിട്ട് പുതിയ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കിക്കും, എങ്ങട്ടാ പോണ്ടി? പുതിയ ബസ് സ്റ്റാൻഡിന് പേരുള്ളതാണോ അതോ ഒറിജിനൽ പുതിയതാണോ? ഇതേപോലെ മുജാഹിദ് എന്ന് പറഞ്ഞാൽ ഡൗട്ട്. എങ്ങട്ടാ പോണ്ടി? ജിന്നുള്ളിടത്ത് കാണോ ജിന്നില്ലാത്തടത്ത് കാണോ? ഇതിന്റെ നടുക്കുണ്ട് നമ്മളെ AP അബ്ദുൽ ഖാദർ മൗലവി പഴയ ബസ് സ്റ്റാൻഡായിട്ട് ഇങ്ങനെ നിൽക്കണ്. മൂപ്പൊരു പഴയ ബസ് സ്റ്റാൻഡാണ്. ജിന്നുള്ളവനും ഒരുപോലെ, ജിന്നില്ലാത്തവനും ഒരുപോലെ. KNM എന്നാണ് മൂപ്പർ ഇങ്ങനെ കൂടെ. എന്തായാലും ആ കൗമ ഇവിടെ ഉണ്ടാവും. ഇല്ലല്ലോ. ഓല കൂട്ടത്തിൽ കുറച്ച് മുഹദ്ദിസീങ്ങളുണ്ട്, പറയാതിരിക്കാൻ വയ്യല്ലോ. അങ്ങനെ സാധനം ഉണ്ടായിട്ട് നിങ്ങൾ ആകെ പരിപാടി എന്താ? നിങ്ങൾക്ക് മങ്കൂസ് പോലെ തോന്നാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇവിടെ എന്താ പറയാ? സലഫി എന്നാ പറയാ. ആ സാധനം ഇവിടെ ഉണ്ടോ? ഇല്ലേ? ഇതില്ലാക്കല്ല. എങ്ങനെ ഇബ്ലീസ് ഇല്ലാത്ത നാട്ടിലല്ലേ വഹാബില്ലാതാവുള്ളൂ. കാരണം ഇതിന് അസ്ഥിവാറിട്ട ആള് ആദനബിക്ക് സുജൂദ് ചെയ്യാതെ ഇബ്ലീസാണ്. വേറൊരു സാധനം ഉണ്ട്, പോട്ടെ, അത് മുജാഹിദ്. വല്ല പ്രശ്നം മൗലൂദ് ഓതരുതെന്ന വേറൊന്നുണ്ട്. അതേതാ? ജമാഅത്തെ ഇസ്ലാമി. പാവം ഐറ്റിങ്ങളോട് ഹദീസ് ആയത്തൊന്നും ഓതൂല. എന്താ പറയാ? നാഷണൽ ഹൈവേ വീതി വിട്ടാൻ പാടില്ല, ഉപ്പളയിലുള്ള അങ്ങാടികളൊന്നും പൊളിക്കാൻ പാടില്ല, കടകളൊന്നും പൊളിക്കാൻ പാടില്ല, വളവ് നിർത്തുമ്പോൾ പള്ളിയുടെ വരാന്ത പോകും, അതുകൊണ്ട് റോഡ് നിർത്താൻ പാടില്ല. എന്താ പറയാ? അപ്പൊ നമുക്കൊക്കെ താല്പര്യമുള്ള വിഷയം തന്നെയല്ല അത്, അല്ലേ? കല്ല് ഖനനം ചെയ്യാൻ പാടില്ല, വെട്ടുകല്ല് വെട്ടാൻ പാടില്ല. അപ്പൊ അടുത്ത വീട്ടിലൊക്കെ പോയിട്ട് കോലും കൂടി ഈ പാർട്ടിയിൽ. അത് കഴിഞ്ഞിട്ട് ഇവന്റെ ഒരു ചോദ്യ, അല്ല നിങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോ നിസ്കരിക്കാൻ വരാന്ന് കരുതിയിട്ടില്ലേ? ഉണ്ട്. പിന്നെ ഇപ്പൊ നിസ്കരിക്കുമ്പോൾ ഒരു പ്രത്യേക നീയത്ത് വേണം. വന്നപ്പോ തന്നെ ആ നീയത്ത് കരുതിയില്ലേ? അപ്പൊ വന്നെന്തിനാ നിങ്ങൾക്ക്? വന്നെന്തിനാ? ഉപ്പളയിലെ കട പൊളിക്കരുത് വരെ. മനസ്സിലാണ്ടോ? അതേപോലെ ഇമ്പ അളവ് ഇങ്ങ് നീർത്താൻ പാടില്ല എന്ന് പറയാനാ വന്ന് ചോദ്യത്. അപ്പൊ അത് യുക്തിയാണ്. മൗലവിന്റെ കൈയില്ലാത്ത ഓട്ടോ കൊടുത്തിട്ടും ഒരു വികലാംഗന് 3 ടയറുള്ള ബൈക്ക് വാങ്ങിയിട്ടുണ്ടാവും. അതിന് നമ്മളോട് 50,000 പിരിച്ചിട്ട് 45,000 വാങ്ങിയിട്ടുണ്ടാവുള്ളൂ. സംഭവം നടത്തിയിട്ടുണ്ട്. അപ്പൊ മൗലവി ആൾ തിരക്കടില്ല നമുക്ക് ഇങ്ങനെ തോന്നും. എവിടെയെങ്കിലും കക്കൂസ് ഇല്ലാത്തടത്ത് കക്കൂസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, കുളിമുറി ഇല്ലാത്തടത്ത് അത് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ പരിപാടിയൊക്കെ മൂപ്പർ ചെയ്തിട്ടുണ്ടാവും.
പക്ഷെ ഇതിന്റെ ലക്ഷ്യം എന്താ? നിങ്ങൾക്ക് കക്കൂസില്ലാത്തവനും കക്കൂസല്ല, പിന്നെന്താ? എന്താണ്? അതാണ് അതപ്പൊ വരുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. വീട്ടിൽ നിന്ന് പോരുമ്പോൾ ആർക്കും നിക്കരിക്കാൻ തോന്നുമോ? വീട്ടിൽ നിന്ന് പോരുമ്പോൾ വീട്ടിൽ നിന്ന് പോരാൻ തോന്നും. നടക്കുമ്പോഴോ നടക്കാൻ തോന്നും. പള്ളി കയറുമ്പോഴോ പള്ളി കയറാൻ തോന്നും. സൊഫിൽ നിൽക്കുമ്പോഴോ സൊഫിൽ നിൽക്കാൻ തോന്നും. ഈ നിസ്കാരം തുടങ്ങണം. അപ്പൊ എന്ത് തോന്നണമെന്നാ നമ്മൾ പറഞ്ഞേ? നിസ്കരിക്കാന്ന് കരുതണമെന്നാ നമ്മളും പറയണുള്ളൂ. ഇവൻ പറയണത് പോരുമ്പോ തന്നെ അങ്ങനെ തോന്നുമോ? ഇങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോ ഇങ്ങനെ അടുത്ത ചോദ്യം, അല്ല നിങ്ങളെ ഭാര്യ നിങ്ങൾക്ക് അന്യ പെണ്ണാണോ? അത് നിങ്ങളെ ഭാര്യ നിങ്ങൾക്ക് അന്യയാണോ? ആ എന്റെ പെണ്ണുങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് അന്യാവാം? അന്യ പെണ്ണിനെ തൊട്ടാലല്ലോ ഒന്നും മുറിയുള്ളൂ. ഇയാൾ എന്തിനാ വന്ന്? ഇയാൾ വന്നപ്പോഴുള്ള മുദ്രാവാക്യം എന്താ? കരിങ്കൽ കോറി പാടില്ല, ചെങ്കല്ല് ഖനനം അവസാനിപ്പിക്കണം. ഇതും പറഞ്ഞ അയാൾ പോകുന്നത്. തിരിഞ്ഞല്ലോ അല്ലേ? മനസ്സിലാണ്ടല്ലോ അല്ലേ? മണൽ വാരരുത്, പുഴ താഴെ പോകുന്നുണ്ട്. ഇതാ അയാളെ വിഷയം. പക്ഷെ പറയുന്ന വിഷയം ഏതാ? ശരിക്കും പറഞ്ഞാല് അങ്ങനെയല്ലല്ലോ ശരി. നിങ്ങൾ ആരെങ്കിലും ഉമ്മാനെ കല്യാണം കഴിക്കോ? എന്താ കാരണം? ഉമ്മ അന്യ പെണ്ണല്ല, തൊട്ടാവതും മുറിയില്ല. തിരിഞ്ഞില്ലേ? ഇളയമാനെ കല്യാണം കഴിക്കോ? അന്യ പെണ്ണല്ല, തൊട്ടാല് ഒന്നും മുറിയില്ല. നിങ്ങളെ ഭാര്യനെ കല്യാണം കഴിക്കാനുള്ള കാരണം എന്താ? അവൾ അന്യ പെണ്ണായതുകൊണ്ടാണ്. തൊട്ടാവതും മുറി, അതുകൊണ്ടാണ്. മനസ്സിലാണ്ടല്ലോ അല്ലേ? തിരിഞ്ഞില്ലേ? അപ്പൊ നമ്മളെ ഒല്ലു, നമ്മുടെ കുളി. ഇനിയിപ്പോ ഒരുത്തം പാന്റ് ഇട്ട് ചെറുപ്പക്കാരൻ വരികയാണ്, എന്താ സോക്സ് ഇട്ടൂടെ? ആ ശരിയോ, സോക്സ് ഇട്ട്. ഇതപ്പോ എക്സിക്യൂട്ടീവ് ആയിക്കണല്ലോ, റെഡി. ഒന്നുണ്ടാക്കുമ്പോൾ പറയും, എന്തിനാ വെറുതെ അത് ഊരി കേൾക്കാൻ നിൽക്കുന്നു? കുഫന്റെ മുകളിൽ തടവലല്ലേ? ഒന്നും അവിടെ പിടിച്ചു. അല്ലെങ്കിൽ വെള്ളം മുസ്താമിലാവണില്ലാതെ അവിടെ പിടിച്ചു. നിങ്ങൾക്ക് മനസ്സിലാട്ടോ ഞാൻ പറയുന്നത്? പിന്നെ മെല്ലെ സലാത്ത് നിന്ന് മാറ്റി, പിന്നെ മങ്കൂസ് മൗലൂദ് മാറ്റി, പിന്നെ റാത്തീബ് നിന്ന് മാറ്റി. ഇങ്ങനൊരു കൗമാണ് ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ്. പിന്നെ വേറൊരു സാധനമുണ്ട്, അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവൂലേ? ഏതാ? തലയിലൊരു ഗ്യാസിന്റെ കുറ്റി, തോളിലൊരു സ്റ്റൗ, ഒരു കയ്യിൽ പച്ചക്കറി, ഒന്നിൽ വെണ്ടക്ക, ബാക്കിൽ ഒരുത്തിന്റെ കയ്യിൽ 10 തേങ്ങ, അതിന്റെ ബാക്കിൽ ഒരുത്തിന്റെ കയ്യിൽ പാര. ഇതൊക്കെ പാടായിട്ട് അസംബന്ധ അഭയാർത്ഥികൾ വരുന്ന അതിലിങ്ങനെ വരും. ഏതാ സാധനം പറഞ്ഞോ? ആ അസ്സലാമു അലൈക്കും. അലൈക്കും അസ്സലാം. നിങ്ങളാരാ? ഞാൻ ദീനി പ്രബോധകനാണ്. നിങ്ങൾ AP ഗ്രൂപ്പാണോ? അല്ല, അതാരും പറയല്ല. ഇപ്പൊ സക്കാഫിയലോട് നിങ്ങൾ എവിടെ പഠിച്ചു വെച്ചാൽ എന്താ പറയാ? മർക്കസിലാണെന്നോ? ഞാൻ കോഴിക്കോട് എടുത്തു. കോഴിക്കോട് അടുത്ത് എവിടെ? കുന്നമംഗലത്തിന്റെ അടുത്ത്. എന്ന് പറഞ്ഞാൽ കാരന്തൂരിന്റെ കുന്നമംഗലത്തിന്റെ ഇടയിൽ എന്നറിയും. എന്നാലും മർക്കസ് എന്നറിയില്ല. എന്താ? ഇത് അറിയാത്ത ആളാണെങ്കിൽ ചോദിക്കും, അല്ല അവിടെ ഒരു മുടി ഉണ്ടായല്ലോ. ആ നിങ്ങൾ കണ്ടുണോ? അത് എല്ലാ മതസ്ഥരും ചോദിക്കുന്നുണ്ട്. ഇപ്പോ എല്ലാ രാഷ്ട്രീയക്കാരും ചോദിക്കുന്നുണ്ട്, എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ചോദിക്കുന്നുണ്ട്, എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താ പറയാ? പിന്നെ തെബിലീകരണത്തെ പറയോ? ഞാൻ മർക്കസിലാണെന്ന് പറയോ? ഇല്ല. നിങ്ങൾ സമസ്തന്റെ ആൾക്കാരാണോ? അല്ല. ജമാഅത്താണോ? മുജാഹിദാണോ? അങ്ങനത്തെ യാതൊരു അഭിപ്രായവ്യാസമില്ല. പടച്ചോനെ, ജിബിരിയിലെറ്റാണോ തോന്നിപ്പോവും. ആ ബാബാരിഫത്ത് സൂറി പറഞ്ഞേ. എന്നിട്ട് മൂപ്പര് നിസ്കാരം കഴിഞ്ഞ് ഉടനെ എഴുന്നേറ്റിക്കും. സുബ്ഹാനല്ലാഹ്. നമ്മളെ സുബ്ഹാനല്ലാഹ് പുറമെ ഓന്റെ സുബ്ഹാനല്ലാഹ് കേട്ടോ. മംഗലാപുരത്തുനിന്നൊരു ജമാഅത്ത് അൽഹംദുലില്ലാഹ് നമ്മളെ മച്ചമ്പാടിയിലെത്തിയിട്ടുണ്ട്. ഈ സുബ്ഹാനല്ലാഹ് ഒരു ദിക്ർ. പിന്നെ മംഗലാപുരത്തിന്റെ ജമാഅത്ത് ഓന്റെ വക. അൽഹംദുലില്ലാഹ് അടുത്ത ദിക്ർ. മച്ചമ്പാടിയിലെത്തിയിട്ടുണ്ടോ ഓന്റെ വക. ഇനി അടുത്തൊരു ദിക്ർ വരാണ്ട്. ഏതാ? ഇൻഷാ അല്ലാഹ്. അതിനുശേഷം ഒരു നസീഹത്ത് ഉണ്ടായിരിക്കുന്നതാണ്. +2 വരെ മദ്രസ പഠിച്ച ആൾക്കാർ, ഇവിടെയാണെങ്കിൽ കോളേജിൽ പോയ ആലിമീങ്ങൾ, ഒരു അതുകൊണ്ട് കുടുങ്ങാണ് നമ്മളെ പോലീസുകാർ. അല്ലേ? എന്താ അഭിപ്രായം? 2 കൂട്ടർക്ക് ഒരേ ദിവസം തന്നെ വേള തരണം. ഇങ്ങനെ വയലിൽ പോലും മനസ്സിലുള്ള ഈ സമൂഹത്തിലാണ് ഈ ഗ്യാസ് സിലിണ്ടർ ഏറ്റുപ്പം വരേണ്ട വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ആലോചിക്കും, ഈ പച്ചക്കറി വെണ്ടക്കയിട്ട് ആരെങ്കിലും വരണോ? വേണോ? ഇതെന്തോ ഉകാണ്ടേ? സഹാബത്ത് നീ പ്രചരിപ്പിച്ച നാടല്ലേ ഇത്? അപ്പൊ നമുക്കാർക്കും ഇല്ലാത്തൊരു ലക്ഷ്യം വരുന്നുണ്ട്. എന്തായിരിക്കും ലക്ഷ്യം? നിങ്ങൾ ഇങ്ങനെ വന്നാൽ ആദ്യം ഒന്നും പറയരുത്. ഒക്കെ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് കഴിഞ്ഞിട്ട് പറയാ, എന്നാ ക്ലാസ് തുടങ്ങല്ലേ? തുടങ്ങാ. ഞങ്ങളുടെ നാട്ടില് ഏത് വയലിൽ തുടങ്ങുന്നതിന് മുമ്പ് മങ്കൂസ് മൗലൂദ് ഓതലുണ്ട്. അല്ലെങ്കിലോ കസിയത്തിൽ പുറത്ത് അതിലുണ്ട്. അതെങ്ങാനും ചെല്ലാതെ അവിടെ വയലിൽ പറഞ്ഞാൽ എന്റെ സിലിണ്ടർ തലയിൽ കൂടി ഇടുന്നതായി. ഓരോ കൊണ്ട് നല്ല കസിയത്തിൽ പുറത്ത് ആക്രമണ ഹൽക്കൊക്കെ ചെല്ലിച്ച് ജവാബൊക്കെ ചെല്ലിച്ചിട്ട് പറഞ്ഞേക്കാം. ഇങ്ങനെ 4 മഹല്ല് ചെയ്താൽ പിന്നെ സുബ്ഹാനല്ലാഹ് ഒരു ജമാഅത്ത് എന്താവില്ല, ഗ്രാമത്തിലേക്ക് വരില്ല. ഇങ്ങനെ കുറെ ആൾക്കാർ. ഇവർക്കൊക്കെ അടിസ്ഥാനപരമായ വിശ്വാസപരമായ പ്രശ്നങ്ങളുണ്ട്.
ഇവരൊക്കെ ചെയ്തതിനേക്കാളും വലിയ അപകടമാണ് മറുപക്ഷത്തുള്ള ആളുകൾ ചെയ്തത്. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിൽ ഇങ്ങനൊരു വിശ്വാസം കൊണ്ടുവരുന്നത്, അതിന്റെ അപകടം ആലിമീങ്ങൾ നല്ലവണ്ണം മനസ്സിലണം. ഹദീസെന്ന് പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൗലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫിഅലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗനാനുവാദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചൊരു സഹാബി പറയുക, ഫഅല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ കദാ, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഉദാഹരണം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരുടെ മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. അസ്ഹാബുൽ ബദരീങ്ങളുടെ മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. ബാനത്തു സുആദ പോലെയുള്ള ബൈത്തുകൾ ഉണ്ടാക്കിയപ്പോൾ കേൾക്കാൻ സഹാബത്തിനെ വിളിച്ചിട്ടുണ്ട്. മൗലീദ് ഓതാൻ വേണ്ടി മദീനത്തെ പള്ളിയിൽ ഒരു മിമ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന വലിയനെ കുറിച്ചൊരു ബൈത്തുണ്ടാക്കാൻ ബഹുമാനപ്പെട്ട കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. അതായത് മൗലീദ് ആഘോഷത്തിന്റെ മറ്റൊരു രൂപം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട ജീവിതത്തിൽ തിങ്കളാഴ്ച ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും സമമല്ല, എല്ലാ ദിവസവും സമമല്ല. തിങ്കളാഴ്ച ദിവസം അവിടുന്ന് നോമ്പനുഷ്ഠിക്കുന്നുണ്ട്. അതിന്റെ കാരണം സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, ഫീഹി വുലിത്തു, അന്നാണ് ഞാൻ ജനിച്ചത്. ശുക്ർ പല രീതിയിലും ചെയ്യാം. ശുക്രേ ഇവിടെ പല രീതിയിലും ചെയ്യാം. എങ്ങനെ? സുജൂദ് കൊണ്ട് ശുക്ർ ചെയ്യാം, ഖുർആനോട് ശുക്ർ ചെയ്യാം, സദഖ കൊടുത്ത് ശുക്ർ ചെയ്യാം, നോമ്പ് നോറ്റ് ശുക്ർ ചെയ്യാം. ഏത് താഴ്ത്തു കൊണ്ടും ശുക്ർ കരസ്ഥമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് ജന്മദിനം ആഘോഷിച്ചു നോമ്പ് നോറ്റുകൊണ്ട്. സുന്നത്ത് നോമ്പെന്ന് താഴ്ത്ത് ചെയ്തുകൊണ്ട് അവിടുന്ന് എന്തായി? നബിദിനം അവിടുത്തെ ജീവിതം മുഴുവനും ആഘോഷിച്ചു. നമ്മളോ ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. ഇപ്പൊ ചില ആൾക്കാർ നബിദിനാഘോഷം വരുമ്പോ ശിർക്ക് ഉണ്ടാക്കുകയാണ്. ഇവിടെ ശിർക്കാൻ എന്താ? ഇറച്ചിയ, ദഫ, കടലാസ, കൊടിയ, എന്താ ശിർക്ക്? മൗലിദാഘോഷം ശിർക്ക് തിരിഞ്ഞില്ല. ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തിഖാദു ശരീക്കി ഫിൽ ഉലൂഹിയ്യത്തി, അല്ലാഹു ആവുക, ആരാധനാവുക എന്ന വിഷയത്തിൽ ഒരാളെ പങ്കാക്കലാകുന്നു ശിർക്ക്. മൗലീദാഘോഷത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല. ഇത്വാമുത്ത്വാമി മിനൽ ഈമാൻ, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കൽ ഈമാനിന്റെ ഭാഗമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വഹീഹായ ഹദീസുകളിൽ ഇങ്ങനെ ഭക്ഷണം കൊടുക്കൽ ഈമാനിന്റെ ഭാഗമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജന്മദിനത്തെ കുറിച്ചും നബി തങ്ങൾ പറഞ്ഞു, ഫീഹി ഖുലിഖ ആദം. വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്താണ്? ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 700 സ്വലാത്തിന്റെ കൂലിയാണ്. ദുആക്ക് ഇജാബത്തുള്ള ദിവസമാണ്. ഇൻഷാ അല്ലാഹ് അവസാനം നമുക്ക് ദുആ ചെയ്യണം, സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യണം. ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കുകയല്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചു എന്നതാണ് വെള്ളിയാഴ്ചയുടെ പ്രത്യേകത. ബനി ഇസ്രായേലികൾക്കൊരു മാഹിദ ഇറങ്ങി വന്നു. തകൂനു ഈദൻ ലിയൗവലിനാ വആഖിരിനാ, ഞങ്ങൾക്കും ഞങ്ങളുടെ ആംഗിൽഗാമികൾക്കും സന്തോഷമാകാൻ വേണ്ടി ഒരു ദിവസം ഞങ്ങൾക്ക് മാഇദയെ തരണേ എന്ന് ദുആ ചെയ്തപ്പോൾ നസാറാക്കൾക്കൊരു ദിവസം മാഇദ ഇറങ്ങി വന്നു. അതാണ് ഞായറാഴ്ച ദിവസം. ഇതൊക്കെ പരിശുദ്ധ ഖുർആനിലുണ്ട്. ഖുർആൻ ഈ ദിവസത്തിനൊക്കെ ബഹുമാനിച്ച ആളുകളെ പറ്റിയും പറയുന്നുണ്ട്, ആഘോഷത്തിനെ പറ്റിയും പറയുന്നുണ്ട്. കേട്ടോ, ഏതായാലും ഇത് നബി തങ്ങളെ കൗലാൻ തിരിഞ്ഞല്ലോ. മറ്റൊന്നോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവൃത്തി, ഖദീജ ബീവിയുടെ ഖബർ നബി തങ്ങൾ സിയാറത്ത് ചെയ്തിരുന്നു. സ്വാലിഹീങ്ങളുടെ ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിയാറത്ത് ചെയ്തിരുന്നു. കേട്ടോ, അൻസാരികളിൽപ്പെട്ട സഹാബത്ത് റളിയല്ലാഹു അൻഹും ഔലിയാക്കന്മാർ വഫാത്തായപ്പോ ജന്നത്തുൽ ബഖീയിൽ ചെന്നവിടുന്ന് സിയാറത്ത് ചെയ്തിരുന്നു. അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലും സഹാബത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിയാറത്ത് ചെയ്തിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവൃത്തിയാണ്. അതേപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി
വസല്ലമ തങ്ങളുടെ മൗനാനുവാദം പറയുന്നുണ്ട്. അഖ്റഅക്കും ഉബയ്യ് ഇബ്നു കഅബ്, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ഖിറാഅത്ത് നടത്തുന്നയാൾ സയ്യിദുനാ ഉബയ്യ് ഇബ്നു കഅബ് ആണെന്ന് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഒരു ദിവസം ിരിക്കുമ്പോൾ രണ്ടാളുകൾ കടന്നു വന്നു. ഒരു തരം ഖിറാഅത്ത് അവരോധി. ആ ഖിറാഅത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരാളെ നിസ്കാരം കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ വന്നു. ഫഖറഅ ഖിറാഅത്തൻ സവാ ഖിറാഅത്ത സാഹിബി, തന്റെ സാഹിബിനെ പോലെ തന്നെ അവനും ഖിറാഅത്ത് ഓതി. അതെനിക്കിഷ്ടപ്പെട്ടില്ല. രണ്ടുപേരും നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ ഞാൻ അവരെ കൊണ്ടുപോയി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹദ്റത്തിൽ കൊണ്ടുപോയി വെച്ചു. മുത്തുനബി അവരോട് ഓതിപ്പിച്ചു. ആ ഓത്തിന് നബി തങ്ങൾ എന്തായി സമ്മതിച്ചു. ഫവഖഅ ഫീ ഖൽബി ശൈഉൻ മിന തക്ദീബ്, എന്റെ ഖൽബിൽ ഇത് ശരിയല്ല എന്ന തോന്നലുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തീരുമാനത്തിൽ എന്തോ കുറവ് സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫലമ്മാ റആ മാ ഖദ് ഖശിയനി, എന്നെ പിടികൂടിയ വിഷമം അവിടുന്ന് കണ്ടപ്പോൾ എന്റെ നെഞ്ചിൽ അവിടുന്ന് നടിച്ചു. അപ്പോൾ വിയർപ്പൊലിച്ചു. ഞാൻ എന്റെ റബ്ബിനെ കാണുന്നത് പോലെ എനിക്ക് തോന്നി. സ്വാലിഹീങ്ങളെ സഹവസിക്കുമ്പോൾ ഈമാൻ ഉറപ്പുണ്ടാവുള്ളൂ. മൗലവിന്റെ ഈമാനും ആര്യാടന്റെ കറണ്ട് ഒരേ മാതിരിയാണ്. മഗ്‌രിബിന്റെ സമയത്ത് നാസർ ഫൈസി വെച്ച് കറണ്ട് ഉണ്ടോ, പെണ്ണുങ്ങൾ പറഞ്ഞാൽ ടോർച്ച് അടിക്കുന്നു. ബൾബ് കത്തുന്നുണ്ടോ നോക്കാൻ ടോർച്ച് അടിച്ചു നോക്കണം. ഇതേയാണ് അൻറെ കഥ. വഹാബിന്റെ ഈമാൻ. സാലിഹീങ്ങളുമായി സഹവസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്താണ്? ഈമാനൂരപ്പെടുന്നതിൽ നിന്ന് പോലും കാവലുണ്ട്. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കുൻസിനെ കാട്ടിടും നേരം ലഹീനവനാട്ടുവാൻ ബദരീകളെ ബറക്കത്തിനാൽ തുണയാകണേ യാ റബ്ബനാ. മരണത്തിന്റെ ഭയാനകമായ ഘട്ടം ഇബ്ലീസ് വന്നെന്റെ ഈമാൻ നശിപ്പിക്കുമ്പോ ബദരീകളെ ഹക്കുകൊണ്ടെന്നെ കാക്കാൻ സഹായിക്കണേ, എനിക്ക് നിന്റെ കാവലുണ്ടാവണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന പാവപ്പെട്ട ഉമ്മമാർ, പട്ടിണി പാവങ്ങൾ, അത്യാധുനികതയുടെ സൗകര്യങ്ങളൊന്നും ആസ്വദിച്ചിട്ടില്ലാത്തവർ, മരണസമയത്തവരൊക്കെയും അതാ പുഞ്ചിരിച്ചുകൊണ്ടാണ് മരണപ്പെട്ടത്. അതൊരു മറ്റൊരു വിഷയം. അതുപോലെ ഇവിടെ വാക്ക് കഴിഞ്ഞു, പിന്നെ പ്രവൃത്തി കഴിഞ്ഞു, പിന്നെ മൗനാനുവാദം കഴിഞ്ഞു. ഏത് ഖിറാഅത്തിലെ നബി തങ്ങൾ എന്തായി സമ്മതിച്ചു. മറ്റൊന്നാണ് ഔ വസ്ഫുൻ ഖൽഖിയുൻ ഔ ഖുൽഖി. ഇവിടെ കുറെ മൈലിയമാരുണ്ടല്ലോ, കുറെ സക്കാഫികളുണ്ട്, കുറെ സൈദികളുണ്ട്, അല്ലേ അല്ലേ? ഇവിടെ മൈലിയമാരില്ലേ? കുറെ അസനിയലുണ്ട്, കുറെ ഓതി പഠിക്കണവരുണ്ട്. നുഹുബന്റെ മുഖദ്ദിമെങ്കിൽ ഓതി ഒരുത്തുണ്ടെങ്കിൽ ചിന്തിച്ചാൽ മതി. എന്ത് തിരിഞ്ഞില്ല. എന്താണ്? പുതിയ ഒരു വാദം കൂടി ഞാൻ കൊണ്ടുവരികയാണ്, പുതിയൊരു തെളിവും കൂടി പുറത്തുവിടുകയാണ്. നുഹുബന്റെ മുഖദ്ദിമ ഓതിയുണ്ടെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഹാബത്ത് പറയാത്ത വിശേഷണം നടത്തൽ ബിദ്അത്താണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ലോകത്തുള്ള സ്വാലിഹീങ്ങളെ മുഴുവനും മുബത്തദീങ്ങളാക്കി ആക്ഷേപിച്ചവര്, ഏതൊരു മനുഷ്യന്റെ പിന്നിലും തന്റെ ക്യാമറയുമായി കൂടി കള്ളത്തരം പ്രചരിപ്പിക്കാൻ നേതൃത്വം കൊടുത്തവരെ മനസ്സിലാക്കിക്കോ. ബിദ്അത്തിന്റെ തഅരീഫിൽ ഇന്ന കുല്ല ശൈഇൻ ഉഹദിസ അലാ ഗൈരി മിസാലിൻ യുസമ്മാ ബിദ്അതൻ സവാഅൻ കാന മഹ്മൂദൻ ഔ മദ്മൂമാ. മുൻകഴിഞ്ഞുപോയ ആളുകളുടെ യാതൊരു മിസാലുമില്ലാത്ത ഏത് പുതിയ വാദം കൊണ്ടുവരുന്നതും അത് മുഴുവനും ബിദ്അത്തിന്റെ ഗണത്തിൽപ്പെട്ടതാണ്. സഹാബത്ത് റളിയല്ലാഹു അൻഹും പറഞ്ഞത്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുടി, അവിടുത്തെ മുടിയുടെ നീളം പെരടിയിൽ തട്ടോളാം. AP ഉണ്ടോന്നോ മുടിന്റെ നീളത്രേ പറഞ്ഞോ? എത്രണ്ട്? എന്റെ മീറ്ററൊക്കെ ശരിക്കും കണ്ടാൾ ഇവിടെ ഉണ്ട്. മീറ്റർ കിട്ടുമല്ലോ, ചുരുട്ടിങ്ങനെ വെച്ചേക്ക.
അതിങ്ങോട്ട് മുത്തുനബിന്റെ കൗത്തിലിന് തൂക്കിക്കൊണ്ടിരാണ് ആര്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പറയടോ, എന്താ സാധനത്? ഇതൊന്നു പറയ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹാബത്ത് പറഞ്ഞതിന്റെ അപ്പുറം നീളമുള്ളൊരു മുടി പറയുന്നതിന്റെ വിശേഷണം എന്താണ്? അവിടുത്തെ ദാത്തിലേക്ക് ഒരു വസ്തുവിനെ ചേർക്കാനുള്ള മാനദണ്ഡം എന്താണ്? പേരോടിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആര് പറഞ്ഞാലും അംഗീകരിക്കണമെന്നാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പേരോടുള്ള വരയല്ലമ്മ തങ്ങളെപ്പറ്റി ഈ ജാലിയാവാലൊരു മുടിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചോ ഇല്ലയോ എന്നതല്ല മസല. നിനക്ക് ഖസ്റജ് ഒരു മുടി കൊണ്ടുവന്നപ്പോൾ സമ്മതിച്ചോ ഇല്ലയോ എന്നതല്ല മസല. നിങ്ങൾ വെട്ടിപ്പാകപ്പെടുത്തിയ മുടിയുടെ അടിസ്ഥാനം ഇവരൊക്കെ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. ആ മുടിക്ക് ഒരുപാട് നീളമുണ്ട്, ആ മുടിക്ക് ഒരുപാട് നീളമുണ്ട്. ആ നീളമുള്ള മുടി സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കില്ല. അങ്ങനെ ഒരു മുടിയുണ്ടെന്ന് വന്നാൽ സഹാബത്ത് പറയാത്തൊരു വിശേഷണം, താബിഈങ്ങൾ പറയാത്തൊരു വിശേഷണം, മദ്ഹബിന്റെ ഇമാമീങ്ങൾ പറയാത്തൊരു വിശേഷണം ശറഫാക്കപ്പെട്ട ദാത്തിലേക്ക് ചേർത്ത് പറയേണ്ടി വരും. ഇത് അഫറല്ല മുസ്ലിയാരേ, ഇതിൽ ചില അസ്ലുകളുണ്ട് കേട്ടോ. ഇങ്ങനെ പറയുന്നത് ഹദീസാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെവിക്കുഞ്ഞി നടക്കുമ്പോൾ കുണുങ്ങുമെന്ന് പറഞ്ഞത് ഹദീസാണോ? അവിടുത്തെ കണ്ണിന്റെ പുരികം അമ്പിന്റെ വില്ലിനെ പോലെ വളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞത് ഹദീസാണോ? അവിടുത്തെ തലയിലും താടിയിലും കൂടി 20 മുടി നിരച്ചിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് ഹദീസാണോ? വെട്ടാതിരുന്നാൽ പെരടിയിൽ തൊട്ടുപോലമേ മുടി നീളുകയുള്ളൂ എന്ന് സഹാബത്ത് പറഞ്ഞത് ഹദീസാണോ? ഈ സഹാബത്തിന്റെ ഇജ്മായിനായിട്ട് എതിരായിട്ടൊരു കോലം നബി തങ്ങൾക്ക് സുബൂത്താക്കുന്നത് കദിബാണ്, തഅമ്മുദൻ കദിബാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതാണ് നമ്മളെ വിഷയം. തിരിഞ്ഞല്ലോ? മനസ്സിലായിട്ട് നിങ്ങൾക്ക്? ഇങ്ങനെ കളവ് പറയണ മസല എന്താ? മദ്ഹബിലെ മുഖ്താർ അത് ഹലാലാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ അവൻ കാഫിറാവും. അങ്ങനെ പറയല് ഹലാലാണെന്ന് വിശ്വസിച്ചാൽ ഈമാൻ പോകും. മറുപക്ഷത്തുള്ള ഉലമാക്കന്മാരോട് ഞങ്ങൾ പറയാണ്, നിങ്ങൾ മന്ദിക്കും മഹാലിയും നോക്കി കള്ളത്തരമല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ അംഗീകരിക്കുന്ന രീതിയിൽ ചില കള്ളത്തൽ പറയാറുണ്ട്. ആ ഹിക്മത്ത് നിങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കാറുമുണ്ട്. നെഞ്ചിൽ കൈവച്ച് ചിന്തിച്ചോ? ഒരു മുസ്ലിയാരോട് ഞാൻ ചോദിച്ചു, ഈ മുടി അസിലുണ്ടോ? അയാൾ പറഞ്ഞു, മർക്കസിലെ മുടിനെപ്പറ്റി ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഷായർ മുബാറക്കിനെ ബഹുമാനിക്കണമെന്നാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയാണ്. ശരി, നിങ്ങൾ പറഞ്ഞത് അങ്ങനെയായിരിക്കാം. എന്നാൽ സാധാരണക്കാരൻ എങ്ങനെയാണിത് മനസ്സിലാക്കുന്നത്? SSF ശ്രദ്ധിക്കണ്ടോ? ഒരു മേലിനോട് ചോദിച്ചു, മർക്കസിലെ മുടിനെ പറ്റിയാണോ ചർച്ച? മുമ്പ് ഷായർ മുബാറക്ക് ബഹുമാനിക്കണം ഞാൻ പറഞ്ഞു വിട്ടില്ല. മർക്കസിലെ മുടി ഷായർ മുബാറക്കാണോ അല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടോ ചോദിച്ചേ. അപ്പൊ എന്താ പറഞ്ഞേ? അത് നമ്മൾ പറയില്ല. പിന്നെ തിരിഞ്ഞില്ലേ? തിരിയുണ്ടല്ലോ. ഇഞ്ഞോല പ്രസംഗമൊക്കെ നോയിക്കൊള്ളുള്ളൂ. അതിലൊക്കെ പറയെന്താ? മർക്കസിലൊരു ഷായറുണ്ട്, അതിനെ ബഹുമാനിക്കണം എന്നല്ല പറയണേ. ഇതെന്താ പറയാ? ഷായർ മുബാറക്കിനെ ബഹുമാനിക്കണം. അതിന് ആർക്കായി അഭിപ്രായ വ്യത്യാസമുള്ളത്? തിരിഞ്ഞില്ലേ? മനസ്സിലാണ്ടോ? ഇത് മന്ദിക്കും മായനൊക്കെ വെച്ച് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സമാധാനിക്കാം. ഈ സാധാരണക്കാരൻ വിശ്വസിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്ര നീളമുള്ള മുടി ഉണ്ട് എന്നാ SSF വിശ്വസിക്കുന്നത്. അവന്റെ ഉമ്മാനെ വിശ്വസിപ്പിച്ചത്, പെങ്ങളെ വിശ്വസിപ്പിച്ചത്, ഈ വെള്ളം സാധുക്കൾക്ക് കൊടുത്തിട്ട് വിശ്വസിപ്പിച്ചത്. അത് ശരിക്കും മനസ്സിലാക്കണം. അങ്ങനെയൊരു നീളമുള്ള മുടിയുണ്ടെന്ന് പറയാനുള്ള തന്റെ ഇടമുള്ളവർ ഈ ഭാഗത്തുള്ള ഉലമാക്കന്മാരുണ്ടോ? സധൈര്യം കടന്നു വരാം. കാസർഗോഡ് ജില്ലയിലുള്ള ഏത് ആലിമുണ്ടോ കടന്നു വരാം. കേരളം മുഴുവനുള്ള ഏത് ആലിമുണ്ടോ അവർക്കും കടന്നു വരാം. ഞങ്ങളെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത്ര നീളമുള്ള മുടിയില്ല. ഇങ്ങനെ മുടിയുണ്ടെന്ന് വാദിക്കുന്നത് ബിദ്അത്താണ്. ഖസ്റജി കൊണ്ടുവന്നത് ബിദ്അത്താണ്, മുങ്കറത്തായ ബിദ്അത്താണ്. ഒരു സഹാബത്ത് ശർഈയായ ദലീലില്ലാത്ത മുങ്കറത്തായ ബിദ്അത്താണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇത്ര നീളമുള്ള മുടിയുണ്ട് എന്ന് പറയുന്ന വാദം, ഇതിങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ ഫാസിഖീങ്ങളായി പോകും. നിരുപാധികം ഹറാമാണെന്ന് കരുതിക്കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ കളവ് പറയുന്നവൻ കാഫിറാകും. പണ്ടൊരു ചേകന്നൂർ മൗലവി ഒരാളോട് പറഞ്ഞേ 3 വക്ത് നിസ്കരിച്ചാൽ മതി. അപ്പൊ അയാൾ പറഞ്ഞു, ആഹാ
നിങ്ങൾ ആൾ തിരക്കിടില്ലല്ലോ, ഞാൻ ഒന്നും നിൽക്കില്ല, നിങ്ങളെക്കാളും മെച്ചം ഞാനാണ്. കാഫിറാകുന്നതിന് ബേജാറില്ലാത്ത ഞാൻ മുമ്പേത് അയക്കണ നിൽക്കുകയാണെങ്കിൽ പോട്ടെ. ഞാൻ പറഞ്ഞ സാധാരണക്കാരോടാ, ഇങ്ങനെ പറയൽ ഹലാലാന്ന് വിശ്വസിക്കുന്നവൻ കാഫിറാകും. അല്ലാ ഹറാമാണെന്ന് കരുതിക്കൊണ്ട് പറഞ്ഞാൽ ഫാസിഖാകും. ഫാസിഖായാലോ പിന്നീട് അവന്റെ ഹദീസുകൾ സ്വീകാര്യമല്ല, അവന്റെ ഫത്വകൾ സ്വീകാര്യമല്ല, അവൻ ഖാദി പോസ്റ്റിന് യോഗ്യനുമല്ല. നസൂഹായ തൗബ ചെയ്താലോ മറ്റുള്ള ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, സ്വീകാര്യമായ തൗബ ചെയ്താൽ പറ്റുമെന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര കാലത്ത് പ്രസംഗിച്ചതിന്റെ രഹസ്യം ഇങ്ങനെ വന്നപ്പോഴേ തൗബ നസൂഹാണോ ചെറുശ്ശേരി ഉസ്താദ് ചോദിച്ചേ. രാമന്തനുണ്ടേനൊപ്പം അല്ലേ ഷാഹിദായിട്ട്. എന്റെ നാടൻ ഭാഷയിൽ പറഞ്ഞാലേ മലപ്പുറത്തൊരു കടലുള്ളിപ്പോയുണ്ട്, ഒരു നൂറാടിപ്പാലം. അതിന്റെ ചോട്ട് നമ്മൾ വെറുതെ ചൂണ്ടലിട്ട് എന്തോന്ന് കുത്തി വാലുണ്ടപ്പോ തോന്നി മനഞ്ചിലാണ് വലിച്ചിട്ടാണ് ചേരയിൽ വലിച്ചിട്ടപ്പോഴേ കാരണം എന്താണ് ചേര. നിങ്ങളെന്താട്ടാ എന്താട്ടോ കൊല്ലോ എന്തായാലും കുളത്ത് കഴിച്ചിലാക്കും അർത്ഥം അല്ലേ, അതായത് തടി കഴിച്ചിലാക്കും. എന്റെ അഭിപ്രായം ഇതേ സംഭവം ഉണ്ടായിട്ടുള്ളൂ. സാധനം നല്ലൊരു മഞ്ഞിലാച്ചിട്ട് നമ്മൾ വലിച്ചു നോക്കി ആശ്രയിച്ച് നോക്കുമ്പം വാല് മാത്രമേ കണ്ടിട്ടുള്ളൂ, തലണ്ടപ്പോ സാധനം ചേരയാണ്. അതുപോട്ടെ നസൂഹായ തൗബയാണെങ്കിൽ എന്ന് നമ്മൾ ഷർത്ത് വെച്ചതാണ്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ദീനിൽ ഇങ്ങനെ ഒരു പുതിയ വാദം കൊണ്ടുവരാൻ പറ്റൂല, അത് ബിദ്അത്താണ്. അള്ളാഹു പാവപ്പെട്ട നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ അപകടം വലിയ അപകടം. നിങ്ങൾ നാളെ പോയിക്കോളി. SSFന്റെ എന്റെ പ്രഭാഷണം കേൾക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ബൈലക്സ് ഉണ്ടോ അല്ലേ? അപ്പൊ പ്രസംഗം ഇന്റർനാഷണൽ ലെവല, ഗ്ലോബൽ വില്ലേജ് അല്ലേ ഇപ്പോ, ലോകം മുഴുവൻ കേൾക്കുക. പോയിക്കോട്ടെ, ഒരു കുറിപ്പേറ്റ് പോയിക്കോട്ടെ. ഈ പറയുന്ന ജാലിയാവാലിന്റെ മുടിന്റെ നീളമുള്ള ഹസ്റജി പറഞ്ഞ മുടിന്റെ നീളമുള്ള ഒരു മുടി അത് കിട്ടുമോ? ഏതെങ്കിലും ഹദീസിലുണ്ടോ? അപ്പൊ എന്താ പറയാറോ? എന്താ പറയാ, അത് വഫാത്തിന് ശേഷം നീളാണ്. തർക്കടില്ലല്ലോ. ജവാഹിറുൽ ബിഹാറിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സംഭവിക്കാമെന്ന്. ജവാഹിറുൽ ബിഹാറിൽ സംഭവിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നാ സംഭവിച്ചത് എവിടെയെന്ന് പറഞ്ഞോണ്ടാ? അസദ് ബാലിനെ നമ്മൾ പള്ളിയിൽ വെച്ചിട്ട് 1400 കൊല്ലായി, ഇതുവരെ അടി നീങ്ങിയിട്ടില്ല, വലുതായിട്ടില്ല. തിരിഞ്ഞോ? നിങ്ങൾക്ക് മനസ്സിലാണ്ടല്ലോ അല്ലേ? അപ്പൊ ഈ സാധനം ലോകത്ത് ഒരു സ്ഥലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ തഗയ്യുർ ആകൂല. എന്താ കാരണം? അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം എന്താ അറിയോ? കദിബ് എന്ന് പറഞ്ഞാലേ ഒരു വസ്തുവിന് എതിരായിട്ട് പറയലാണ്, ഇങ്ങനെ യഥാർത്ഥത്തിനെതിരായി സംസാരിക്കലാണ് അശായിറത്തിന്റെ വിശ്വാസപ്രകാരം കദിബ്. ഉദാഹരണം, ഒരാൾ പറയാ, ഒരു കണ്ണോട്ടം പറയാ, ഇപ്പൊ പകലാണ്. തിരിയുണ്ടോ? ഒരു കണ്ണ് കാണാത്തോ പറഞ്ഞു ഇപ്പൊ പകലാണ്. തിരിഞ്ഞോ? എന്താ കാരണം? അങ്ങനെ തപ്പി വെക്കാണ് സൂചിക്ക്, അത് 12 മുതലാണ് നിൽക്കുന്നത്. ഇപ്പൊ പകലാണ്. ഇരുട്ടാണോ വെളിച്ചാണോ എന്നൊന്നും അറിയില്ല. സത്യം പറഞ്ഞു എന്നാ പറയണ്ടേ? ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചിട്ടാണ് പറയണത്. SSF ചോദിക്കട്ടെ, ആയിക്കോട്ടെ, ഇങ്ങോട്ട് വരിങ്ങൾ ഞാൻ കാട്ടിത്തരാം. ഞങ്ങൾക്ക് ഏപ്പിന് വിശ്വാസമായതുകൊണ്ട് ഞങ്ങളെ വിശ്വസിക്കുകയാണ്. എന്താണോ അശായിറത്തിന്റെ വിശ്വാസപ്രകാരം സിദുക്കും കദിബും ജമ്മുൽ ജവാമിയും ഷെറലാക്കായതും കണ്ടാൽ മതിയല്ലോ മനസ്സിലാക്കാനത്. പറയ്, എന്താണത്? അശായിറത്തിന്റെ വിശ്വാസപ്രകാരം ഒന്നിനെ ശരിയെന്നും സത്യമെന്നും കളവെന്നും പറയാനുള്ള മാനദണ്ഡം എന്താ? പറയട്ടെ കേട്ടോ, മനസ്സിലാണ്ടോ? ഞാൻ പറയട്ടെ, മനസ്സിലാവണില്ലേ? അപ്പൊ ഒരു അന്നോട്ടം പറയാട്, ഇപ്പൊ നട്ടപ്പാതിരിയാണ്, അവരോട് പച്ച പകലാണ്, ഉച്ചയ്ക്ക് 12 മണിയാണ്. അവരോട് ഞാൻ എങ്ങനെ വിശ്വസിക്കുകയാണ്? ഇത് കളവാണോ അതോ സത്യമാണോ? കളവാണ്. എന്താ കാരണം? ഓന്റെ ഇത്തിഖാദ് അങ്ങനെയാണെങ്കിലും അവന്റെ വിശ്വാസം അങ്ങനെയാണെങ്കിലും യഥാർത്ഥത്തിനെതിരാണ്. തിരിഞ്ഞല്ലോ? ഓന്റെ വിശ്വാസം അങ്ങനെയാണെങ്കിലും ഇതെന്താണ്? യഥാർത്ഥത്തിനെതിരാണ്. അതാണ് സുന്നികളെ വിശ്വാസം. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നത് പറയാന്നില്ല, മുഅ്തസിലികളുടെ വാദമാണ്, റവാഫിദുകളുടെ വാദമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഓന്റെ വിശ്വാസത്തിൽ തോന്നുന്നൊക്കെ സിദ്ഖാന്ന് പറയണോന് സുന്നിന്ന് ബോർഡേക്കാൻ പാടില്ല. അവൻ റവാഫിദിയുടെയും മുഅ്തസിലിയുടെയും വാദമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മഹാന്മാരായ നമ്മുടെ ഇമാമിയങ്ങൾ അതിന് കണിശമായി ഗണ്ണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
ഷറഫാക്കപ്പെട്ട മുടിക്ക് ഇത്രേ നീളുള്ളൂ എന്ന് പറഞ്ഞ സഹാബികൾ മുഴുവൻ കള്ളത്തരം പറഞ്ഞോലാവും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മനസ്സിലാവുണ്ടോ? ഉണ്ട്. ഈ മൂന്ന് രീതിയിലുള്ള ഹദീസിനെ റിവായത്ത് ചെയ്തിട്ട് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ ഗഫല അനി തഖ്സീർ. ഇമാം സ്വഹീഹ് മുസ്ലിമിൽ ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ ഗഫല അനി തഖ്സീർ യദ്രിബു മൻകിബിഹി. വെട്ടാതിരുന്നാൽ പെരടിയോളം നീളുന്ന മുടിയെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ, അതിലപ്പുറം നീണ്ടിട്ടില്ല.